ഹായ്. മൂന്നേ മൂന്ന് അല്ല, നാലേ നാല് കാര്യങ്ങൾ അത് പെട്ടെന്ന് പറയുന്നു. ഞാൻ എൻ്റെ വഴിക്ക് അങ്ങോട്ട് പോയിക്കോളാതേ. ആദ്യത്തെ കാര്യം, കൽക്കി 2898 AD. കൽക്കിയുടെ രണ്ടാം ഭാഗം എന്നെ അത്ഭുതപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കമൽ ഹാസന്റെ ഒരു ബഠാവമ്പൻ ഭാഗമായിരിക്കും ഒരുപക്ഷെ സെക്കൻഡ് പാർട്ട്. തേർഡ് പാർട്ട് മിക്കവാറും പുള്ളിക്കാരനെ കുറിച്ചുള്ളത് മാത്രമായിരിക്കും എന്നുള്ള രീതിയിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒഫീഷ്യലി കൺഫേം അല്ലാത്തതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. പിന്നെ സിനിമയുടെ 60% ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാം. ഏറെക്കുറെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും സെക്കൻഡ് പാർട്ട് എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. മാത്രമല്ല ഫസ്റ്റ് പാർട്ട് ഇപ്പൊ ഇറങ്ങിയുള്ള സിനിമയേക്കാൾ എന്തുകൊണ്ടും അതിന്റെ മുകളിൽ പോകുക എന്നല്ല, താഴത്തേക്ക് ഒരു പോക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നില്ല. താഴത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ ഒരു സംഭവം ഇനി നടക്കും എന്നുള്ള വിശ്വാസമല്ല. എന്തായാലും ഒരു ഇന്റർവ്യൂലാണ് കമൽഹാസൻ പറഞ്ഞിരിക്കുന്നത്, കൽക്കിയുടെ രണ്ടാം ഭാഗം വളരെ കൗതുകപ്പെടുത്തി. ഒരു തവണ കൂടി ഞാൻ കൽക്കിക്ക് വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ രണ്ടാം ഭാഗത്തിനായി എന്നാണ് കമൽഹാസൻ പറഞ്ഞിട്ടുള്ളത്. പണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതെ ഒരു നല്ല സിനിമ ചെയ്യാനുള്ള തീരുമാനമാണ് കൽക്കി എന്നും പിങ്ക് വില്ലയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കമൽഹാസൻ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ, മാറ്റിവെക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ്, ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്, തിരക്കഥ എഴുതിയാണെന്നും പറയുന്നുണ്ട്. അത് ഒഫീഷ്യലി അത് കൺഫേം അല്ല. എന്തായാലും ലോകേഷ് കനകരാജിൻ്റെതായിട്ട് അടുത്തത് വരാൻ പോകുന്ന സിനിമയിൽ വില്ലന്മാരായിട്ട് രണ്ടുപേരാണ്. ഒന്ന് SJ സൂര്യ, രണ്ട് സ്വന്തം ഫഹദ് ഫാസിൽ. വാർത്ത എങ്ങനെയാണ്? ലോകേഷ് കനകരാജ് സിനിമയിൽ വില്ലന്മാരായി ഫഹദും SJ സൂര്യയും. ലോകേഷ് കനകരാജ് നിർമ്മിക്കുന്ന രാഘവ ലോറൻസ് ചിത്രത്തിൽ, അതായത് രാഘവ ലോറൻസ് അതിൽ നായകനായിട്ട് വരുന്നത്, ഫഹദ് ഫാസിലും SJ സൂര്യയും എത്തുന്നു എന്ന് റിപ്പോർട്ട്. ബെൻസ് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിൽ ഫഹദും SJ സൂര്യയും വില്ലന്മാരായി എത്തുമെന്നാണ് ഇന്ത്യ ഗ്ലിറ്റ്സും പിങ്ക് വില്ലയും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് ലോകേഷ് അല്ല ഡയറക്ട് ചെയ്യുന്നത്, ലോകേഷിന്റെ തിരക്കഥയാണ് ഡയറക്ട് ചെയ്യുന്നത്. പുള്ളിക്കാരന്റെ അസോസിയേറ്റ്സ് ആയിട്ട് ഉണ്ടായിരുന്ന ഡയറക്ടേഴ്സിൽ ഒരാളായിരിക്കും എന്ന രീതിയിലും വാർത്ത കേൾക്കുന്നുണ്ട്. അത് കൺഫേം അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എന്തായാലും ഒരു സിനിമ വരുന്നുണ്ട്, അതിൽ വില്ലന്മാരായിട്ട് SJ സൂര്യയും ഫഹദും തന്നെയാണ്. ഈ ഫഫയുടെ അഭിനയത്തിനോട് കട്ടക്ക് നിൽക്കാൻ പറ്റുന്ന മറ്റൊരു നടനുണ്ടോ വെച്ചാൽ വളരെ യുണീക്കാണ് ഫഫ, അത് നമുക്കൊക്കെ അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കുറച്ച് മെനക്കെടേണ്ടി വരും. കാരണം SJ സൂര്യ എന്ന് പറയുന്നത് യുണീക്നെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ രാജാവാണ്. പുള്ളിക്കാരനോട് പിടിച്ച് നിൽക്കും തീർച്ചയായിട്ടും. പക്ഷെ എന്നാലും ഒരു രസം തന്നെയായിരിക്കും, അത് കണ്ടറിയണം ആര് സ്കോർ ചെയ്യും എന്നുള്ളത്. SJ സൂര്യ പുതിയ വന്നു കഴിഞ്ഞാൽ അത് ഏത് നടനായാലും പുള്ളിക്കാരന്റെ കൂടെ കട്ടക്കിക്കാൻ കുറച്ച് പാടാണ്. നെക്സ്റ്റ്, ദേവദൂതൻ. ഒരു പക്ഷേ നമ്മൾ റിലീസായി ഇത്രയും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഉണ്ടാവാൻ സാധ്യതയില്ല. അത്രമാത്രം അണ്ടർ റേറ്റഡ് ആയിരുന്ന ഒരു സിനിമയാണ് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ. അതിലെ സംഗീതത്തിനും കോസ്റ്റ്യൂമിനും അടക്കം 2-3 നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള സിനിമയാണ്. പക്ഷെ പിന്നീട് അത് ടൊറന്റ് ഹിറ്റ് ആവുകയും ഇപ്പോഴും പല ആളുകളും ആ സിനിമ യൂട്യൂബിൽ ഇരുന്ന് കാണുകയും ചേർന്ന് ഞാൻ അങ്ങനെ കാണാറുള്ളതാണ്. ഈ സിനിമയുടെ 4K സ്ഫടികം വന്ന പോലെ എത്രയും പെട്ടെന്ന് ഉടൻ തന്നെ ഈ സിനിമ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടക്കം കുറെ പോസ്റ്റേഴ്സ് 4K ഉള്ളത് അവർ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന സിനിമയാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. അണ്ടർ റേറ്റഡ് ക്ലാസിക് റൊമാൻസ് ഹൊറർ ചിത്രമായ ദേവദൂതൻ വീണ്ടും സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രം ദി മാസ്റ്റേഴ്സ് റീ എഡിറ്റഡ് പതിപ്പ് 4K ഉടൻ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോഹൻലാലിന്റെ അണ്ടർ റേറ്റഡ് ക്ലാസിക് റൊമാൻസ് ഹൊറർ ചിത്രമായ ദേവദൂതൻ ഉടൻ റിലീസിനായി എത്തും. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു. ജനപ്രീതിയുള്ള മികച്ച ചിത്രം, മികച്ച കോസ്റ്റ്യൂം, മികച്ച സംഗീത സംവിധാനം, ഇങ്ങനെ 3 സംസ്ഥാന അവാർഡുകൾ സിനിമ നേടിയിട്ടുണ്ട്. നാഷണൽ അവാർഡ് അല്ല, സ്റ്റേറ്റ് അവാർഡ് കേട്ടോ. ഓക്കെ, നാഷണൽ അവാർഡ് അല്ല, ഞാൻ പറഞ്ഞ മാറിപ്പോയതാണ്. അപ്പൊ സ്റ്റേറ്റ് അവാർഡുകളാണ് നേടിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ലാലേട്ടൻ ഇങ്ങനെ തോളും ചിരിച്ച് പുറകിലേക്ക് നിൽക്കുന്നതും വെള്ളപ്രാവും ആ ഒരു സംഗതി. അതല്ലാണ്ട് പിന്നെ വന്നിരിക്കുന്നത് പുള്ളിക്കാരൻ ആ പാട്ടിന്റെ സാധനം കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ അയാൾ സംഗീതത്തിന്റെ രാജാവാണ് അല്ലേ, അങ്ങനെയല്ല പറഞ്ഞു, അയാൾ സംഗീതത്തിന്റെ രാജാവ്. ഓക്കെ, അപ്പൊ ആ ഒരു സാധനമാണ് വന്നിരിക്കുന്നത്. പിന്നെ പലതരം ഫോട്ടോസും പലതരം ഇതിലെ പല സീൻസും ഇപ്പോഴും അത്രയും വൈറലായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ക്ലാസിക് സിനിമയാണ്. എന്തരത്തെ പാട്ടുകളൊക്കെ മനോഹരമാണ് അല്ലേ. ഇതല്ലാതെ ഇനി നമുക്ക് പറയാനുള്ള വാർത്തയാണ് മക്കളെ, വാർത്ത. അതായത് കങ്കുവ, സൂര്യയുടെ നടിപ്പിൻ നായകൻ സൂര്യയുടെ അടുത്തതായിട്ട് വരാനിരിക്കുന്ന സിനിമയാണല്ലോ, എല്ലാവർക്കും അറിയാം. സിനിമ ഇനി വരാൻ വെറും 100 ദിവസം, അങ്ങനെ പറഞ്ഞാണ് ഇവരിട്ടിരിക്കുന്നത്. പക്ഷെ വെറും 100 ദിവസം എന്നുള്ളത് 3 മാസം 10 ദിവസം. അപ്പോൾ കുറച്ച് കൂടുതലുണ്ട്, അങ്ങനെ തന്നെ പറയണം. അതായത് ഒക്ടോബർ 10, നവംബർ, ഡിസംബർ, ഒക്ടോബർ 10 സിനിമ റിലീസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ അറിഞ്ഞിരുന്നു. വേട്ടയ്യാൻ എന്ന് പറഞ്ഞ സിനിമയാണ് ഇതിന്റെ കൂടെ കട്ടക്ക് ഇറക്കാൻ പോകുന്നത്. പക്ഷെ വേട്ടയ്യാൻ ഇവിടെ എത്തൂല.
കങ്കുവ തന്നെ കയറും. എന്തായാലും അവർ ഇട്ടിരിക്കുന്ന ഒരു ചെറിയ 29 സെക്കൻഡ് വരുന്ന വീഡിയോ ഉണ്ട്, ഒരു മോഷൻ പോസ്റ്റർ പോലെ സാധനം. കോപ്പിറൈറ്റ് അടിക്കുകയാണെങ്കിൽ സൗണ്ട് പോകുന്നതായിരിക്കും. റെഡി. റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചത് 100 days. അതല്ലേ ഇരിക്കണേ, ഒക്ടോബർ 10 സിനിമ വരും. കട്ട വെയിറ്റ്, ശരിക്കും കട്ട വെയിറ്റിംഗ്, ഒരുപാട് വെയിറ്റിംഗിന്റെ സിനിമ എന്ന് ചോദിച്ചാൽ ഒന്ന് കൽക്കിയുടെ സെക്കൻഡ് പാർട്ടാണ് തീർച്ചയായിട്ടും. പക്ഷെ അത് വരാൻ ടൈം എടുക്കും, 2026 പറയുന്നത്. അപ്പൊ എന്തായാലും രണ്ട് വർഷം എന്തായാലും കുറഞ്ഞത്, 2.5 വർഷം കൂടിയത് എന്ന് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അതിന് മുകളിൽ പോകാം. ഫസ്റ്റ് പാർട്ട് 4 വർഷമായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഓൾറെഡി 60% ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 40% ബാക്കിയുള്ള ആഫ്റ്റർ വർക്കുകളും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 2 വർഷത്തോണ്ട് സിനിമ ഇറങ്ങുമെന്ന് വിചാരിക്കാം. എന്തായാലും ഈ കമൽഹാസൻ വീണ്ടും ഇത്ര താല്പര്യത്തോടെ കൗതുകത്തോടെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളും കൗതുകത്തോടെ തന്നെ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പേഴ്സണലി ഞാൻ കൗതുകത്തോടെ കാത്തിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആലോചിക്കുകയാണെങ്കിൽ ഗോട്ട്, തലപതി വിജയുടെ ഗോട്ട് ഉണ്ട്. അതല്ലാണ്ട് കങ്കുവയാണ് ഉള്ളത്. കങ്കുവയാണ് ഇപ്പൊ ആദ്യം ഇറങ്ങാതിരിക്കുന്നത് അല്ലേ. ഗോട്ട് എന്നാണ് സെപ്റ്റംബർ. ഓക്കെ, ഗോട്ട് ഉണ്ട്, പിന്നെ കങ്കുവ. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് എത്തുമ്പോൾ 4K എത്തുമ്പോൾ എത്ര പേർ ആകാംക്ഷയോടെ തിയേറ്ററിൽ തന്നെ കാണാൻ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കാത്തിരിക്കുന്നുള്ളതും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.